ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ കുടുംബബന്ധം ചേർക്കലാണ് വേണ്ടതെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ അഹബ്ബ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ആരെങ്കിലും ആയുസ് ദീർഘമാവണമെന്നും ഭക്ഷണത്തിൽ വിശാലത ലഭിക്കണമെന്നോ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് ഷഫീഉൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി. ഭക്ഷണത്തിൽ വിശാലതയും ആയുസ്സിന്റെ ദീർഘവും ഉണ്ടാവാൻ കുടുംബബന്ധം ചേർക്കണമെന്നാണ്. കുടുംബബന്ധത്തിന്റെ ഉദാഹരണം മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമാണ് എന്നാണ് താരീഖിന്റെ അയിമ്മത്ത് പറഞ്ഞിട്ടുള്ളത്. ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും തമ്മിൽ മുണ്ടൂലെങ്കിൽ വലിയൊരുനാളും വെള്ളിയാഴ്ച ഒന്നായിട്ട് വന്നിട്ടും വാപ്പാനെ കാണാൻ പോകാത്തവരുണ്ടെങ്കിൽ 27 വെള്ളിയാഴ്ചയും കൂടിയും ഒന്നായിട്ട് വന്നിട്ടും കാരണവരെ പേരേക്ക് സലാം പറയാൻ പോകാത്തവരുണ്ടെങ്കിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ താരീഖ് വായിക്കണമെന്ന് താരീഖിന്റെ അയിമ്മത്ത് പറഞ്ഞിട്ടുണ്ട്. യൂസുഫ് നബിയുടെ താരീഖിന് ഒരു പ്രത്യേകത ഉണ്ട്. മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തന്റെ ജ്യേഷ്ഠന്മാര് കിണറ്റിലിട്ടു. അയിമ്മ വള്ളിമ്മ കൂടെ കയറിയിട്ട് മിസ്ർ പോയിട്ട് രാജാവാകാൻ വേണ്ടി ഇട്ടതല്ല, കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. മരണം ഉറപ്പുവരുത്താൻ വേണ്ടി കിണറ്റിലേക്ക് ഇട്ടതിന് ശേഷം മുകളിലൂടെ ഒരു കല്ലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം മരണപ്പെട്ടില്ല. മിസ്റിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങുന്ന മിസ്റുകാരായ കുറെ ആളുകൾ വെള്ളം കോരാൻ വേണ്ടി വള്ളികൾ ഏച്ചുണ്ടാക്കിയ കയറ് കിണറ്റിലേക്ക് ഇറക്കിയപ്പോ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരം യൂസുഫ് നബി അലൈഹിസ്സലാം ആ കയറിൽ പിടിക്കുകയും അവിടെ നിന്ന് കയറിയിട്ട് കച്ചവടക്കാരുടെ അടിമയായി യാത്ര ചെയ്യുകയും മിസ്റിലെ മാർക്കറ്റിൽ കച്ചവടത്തിന് വെക്കുകയും കൊട്ടാരത്തിലേക്ക് വാങ്ങിക്കൊണ്ടുപോവുകയും ഒക്കെ ചെയ്ത വിശാലമായ താരീഖ്. ദീർഘകാലം ജയിലിൽ കിടന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം ജയിൽ മോചിതനായി പിന്നീട് രാജാവായി. ആ സമയത്തൊരിക്കൽ മിസ്റിലെ നൈൽ നദിയുടെ മറുകരയിൽ താമസിക്കുന്ന ആളുകൾ യൂസുഫ് നബിയുടെ അടുക്കൽ വന്നുകൊണ്ടൊരാവശ്യം പറഞ്ഞു. സയ്യിദുനാ യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്റിലാണ് താമസം. പഴയ മിസ്റാണ് ഇന്നത്തെ ഈജിപ്ത് എന്ന് പറയുന്നത്. ഈജിപ്തിലാണ് നൈൽ നദി ഉള്ളത്. നൈലിന്റെ ഒരു കരയിലാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം താമസിക്കുന്നത്. ഒരു ദിവസം മറുകരയിൽ താമസിക്കുന്ന കേക്കേക്കരമുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്കൊരാവശ്യമുണ്ട് പറഞ്ഞു. എന്താ ചോദിച്ചു? നിങ്ങൾ കുറച്ചുകാലം ഞങ്ങളെ നാട്ടിലൊന്ന് വന്ന് താമസിക്കണം എന്ന് പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, എന്തിനാ അപ്പൊ ഞാൻ നിങ്ങളെ നാട്ടിൽ വന്ന് പാർക്കണത്? ഓല് പറഞ്ഞു, നിങ്ങൾ ഇവിടെ താമസിച്ചതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും നല്ല പൈസ ഉണ്ടായിട്ടുണ്ട്, കച്ചവടമൊക്കെ ഉഷാറായിട്ടുണ്ട്, പെരപ്പണിയൊക്കെ തീർന്നിട്ടുണ്ട്, ജലസേചനം നടന്നിട്ടുണ്ട്, കൃഷിയൊക്കെ ഉഷാറായിട്ടുണ്ട്. നിങ്ങൾ അവിടെ വന്ന് പാർത്താലും ഞങ്ങൾക്ക് അവിടെ നല്ലോണം പൈസ ഉണ്ടാവുന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അക്കരമ്മ കുറച്ചാലും വന്ന് പാർക്കണം എന്ന് പറഞ്ഞു സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം. ഇവിടെ ഇപ്പോ മക്കാമ് പൊളിച്ച് ഒന്ന് ഉഷാറാക്കാനുള്ള ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കായ് എല്ലാവരും കൊടുത്തോളി. നമ്മൾ അനുഭവിക്കുന്ന ഈ പോരിശ നമ്മളെ കൊണ്ടുണ്ടായതൊന്നല്ല, ആ മക്കാമ് കിടക്കുന്ന ആൾക്കാരെ കൊണ്ടുണ്ടായതാണ്. അല്ല, അതിൽ കൂട്ടത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അപ്പൊ എന്തിനാ ഞാനവിടെ വന്നപ്പോ എന്താ കിട്ടാനുള്ളത് എന്ന് ചോദിച്ചു. ഇതേ സംഭവമാണത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ പറഞ്ഞു, നിങ്ങൾ അവിടെ വന്ന് പാർത്താല് അവിടെ എല്ലാവർക്കും നല്ല പൈസ ഉണ്ടാവുന്ന ഞങ്ങളെ അഭിപ്രായം എന്ന് പറഞ്ഞു. മൂപ്പര് പറഞ്ഞു, ഇന്നെക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ നടന്നോട്ടെ, ഞാൻ വരാറുണ്ട്. അങ്ങനെ പോയി പാർത്തു. മറുകരയിൽ പോയി താമസിച്ചു. അവർ വിചാരിച്ചതുപോലെ തന്നെ നല്ലോണം ജലസേചനം നടന്നു, കൃഷി ഉണ്ടായി, കച്ചവടം ഉഷാറായി, എല്ലാവർക്കും വരുമാനം ഉണ്ടായി, പെരപ്പണിയൊക്കെ തീർന്ന് കടൊക്കെ തീർന്ന് നല്ല റാഹത്തായി നിൽക്കുമ്പോൾ യാത്ര തിരിക്കുന്നതിന്റെ മുമ്പ് യൂസുഫ് നബി അലൈഹി ഇസ്ലാം മറുകരയിൽ വെച്ച് വഫാത്തായി. അപ്പോൾ ഒരു തർക്കമുണ്ടായി. ഇക്കരമ്മക്കാര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ നാട്ടുകാരനാണ്, ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാണ് മറയ്യാന്, ആംബുലൻസ് ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. അന്ന് ആംബുലൻസ് ഉണ്ടായിരുന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്, കഥ കേട്ടാ മതി. അപ്പൊ അങ്ങനെ അക്കരമക്കാര് പറഞ്ഞു. ഇക്കരമക്കാര് പറഞ്ഞു, അമ്പിയാക്കൾ എവിടെ മരിച്ചയച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യണം എന്നാണ് നിയമം, ഇവിടുന്നല്ലേ ഒഫാത്തായത്, അതുകൊണ്ട് ഇവിടെ തന്നെ മറവ് ചെയ്യാണ് എന്ന് പറഞ്ഞു. അക്കരമക്കാര് പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, ഞൊണ്ടി ഞായൊന്നും പറയണ്ട, ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, വണ്ടിയേറ്റാ വന്നിട്ടുള്ളത്, ഇപ്പൊ വണ്ടി കയറ്റും എന്ന് പറഞ്ഞു. ഇക്കരമക്കാര് പറഞ്ഞു, ഞങ്ങളൊന്ന് കയറ്റിക്കണേ, ഒന്ന് കാണണല്ലോ പറഞ്ഞു.
അങ്ങനെ ഹത്താ യഖ്തതിലൂന്ന് താരീഖിലുണ്ട്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസക്ക് വേണ്ടി രണ്ട് കൂട്ടരും വാളെടുത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങിയപ്പോ രണ്ട് നാട്ടിലെയും ഖാദിമാര്, ഹാക്കിമുകള്, ജഡ്ജിമാര് യോഗം ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. രണ്ട് നാട്ടിലും യൂസുഫ് നബിനെ മറവ് ചെയ്യണ്ട, വെള്ളം കിടക്കാത്ത ഒരു പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയുടെ നടുവിൽ മറവ് ചെയ്ത് രണ്ട് ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടാം. അങ്ങനെ സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാമിനെ പെട്ടിയിലാക്കിയിട്ട് നൈൽ നദിയിൽ മണലും ചാക്ക് കൊണ്ട് ബണ്ട് കെട്ടിയിട്ട് വെള്ളം നിർത്തി നടുവിൽ മറവ് ചെയ്തിട്ട് രണ്ട് ഭാഗത്തേക്കും വെള്ളം തിരിച്ചുവിടുകയാണ് ചെയ്തത്. കുറെ കാലങ്ങൾക്ക് ശേഷം മഹാനായ സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ അവിടെ നിന്നെടുത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തുള്ള ഇബ്രോൻ എന്ന് പറയുന്ന ഹറം ഇബ്രാഹിം എന്ന് പേരായ സ്ഥലത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇന്ന് യൂസുഫ് നബിയുടെ ഖബറുള്ളത് ഫലസ്തീനിലാണ്. പക്ഷെ അന്നുണ്ടായിരുന്നത് ഈജിപ്തിലെ നൈൽ നദിയുടെ നടുവിലായിരുന്നു. ബറക്കത്തുള്ളൊരു മനുഷ്യൻ മരിച്ചിടന്നാലും മതി. ഞാൻ പറയാൻ പോണ ഒരു വിഷയം എന്താ വെച്ചാൽ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഇത്രയും വലിയ ഒരു ദറജ ലഭിക്കാൻ ഒരു കാരണമുണ്ടായി. എന്താ കാരണം? യൂസുഫ് നബി അലൈഹി ഇസ്ലാം മിസ്രിലെ രാജാവായതിനു ശേഷം റേഷൻ വിതരണം ആരംഭിച്ചു. ആളുകൾക്ക് ഭക്ഷണമില്ലാതെ ക്ഷാമം നേരിട്ട സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സമീപിച്ചുകൊണ്ട് ഭക്ഷണങ്ങൾ വാങ്ങിയ ആളുകൾ കൊണ്ടുപോകും. അങ്ങനെ ഭക്ഷണ വിതരണം നടത്തുന്ന കാലത്ത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഫലസ്തീനിൽ നിന്ന് റേഷൻ വാങ്ങാൻ വേണ്ടി യൂസുഫ് നബിയുടെ ജ്യേഷ്ഠന്മാരൊരിക്കൽ വന്നു. ഏത് ജ്യേഷ്ഠന്മാര്? കൊല്ലാൻ വേണ്ടി കിണറ്റിലിട്ടിട്ട് ചെന്നായ പിടിച്ചു എന്ന് വാപ്പാനോട് പറഞ്ഞിട്ട് ആടിന്റെ രക്തം പുരട്ടിയ വസ്ത്രം വാപ്പാന്റെ മുന്നിൽ ഹാജരാക്കി. എന്നേക്കുമായി യൂസുഫ് ഇല്ലാതെയായിട്ടുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ജ്യേഷ്ഠന്മാര് റേഷൻ വാങ്ങാൻ വേണ്ടി മിസ്രിൽ വന്ന സമയത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സിംഹാസനത്തിൽ ഇരുന്നില്ല, ബഹുമാനിച്ചുകൊണ്ട് എന്നതാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന് ഇത്രയും വലിയ ദറജ ഉണ്ടാവാൻ കാരണം എന്ന താരീഖ് വലിയൊരുനാളും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നിട്ടും അഞ്ചന്റെ പേരേക്ക് പോകാത്തവരും ജ്യേഷ്ഠന്റെ പേരേക്ക് പോകാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും വായിക്കേണ്ടതാകുന്നു. ആയുസ്സിലെ ബറക്കത്ത് കുടുംബബന്ധം ചേർക്കുന്നവർക്കാണ്. അതന്നെ ബറക്കത്തിനുള്ള ദുആ ഉണ്ട്. ബറക്കത്തിനുള്ള ദുആ എന്ന് പറഞ്ഞാൽ കുനൂത്താണ്. ബറക്കത്തിന് വേണ്ടിയുള്ള ദുആ കുനൂത്താണ്. അല്ലാഹുമ്മ ഹ്ദിനാ ഫീമൻ ഹദൈത് വആഫിനാ ഫീമൻ ആഫൈത് വതവല്ലനാ ഫീമൻ തവല്ലൈത് വബാരിക് ലനാ ഫീമാ അഅതൈത്. അല്ലാഹുവേ തോനെ തരണേ എന്നല്ല, തന്നതിൽ ബറക്കത്ത് തരണേ.